എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ, ഈ മനോഹരമായ ദിവസം എനിക്ക് നിങ്ങളുടെ അടുത്ത് കടന്നു വരുവാനും എൻ്റെ പ്രിയ പ്രേക്ഷകരുമായും ജനങ്ങളുമായും സംസാരിക്കുവാനും അല്പം അവകാശവും സൗകര്യം ഒരുക്കി തന്ന ദൈവത്തിൻ്റെ സ്തുതി സ്തോത്രയാഗങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടന്നുകൊള്ളട്ടെ. നമ്മുടെ ഇന്നത്തെ ഈ കാലാവസ്ഥയിൽ ജനം, സാധാരണപ്പെട്ടവനും പാവപ്പെട്ടവനും വളരെയധികം കഷ്ടപ്പെടുന്നു. അവൻ മീൻ വാങ്ങിക്കാൻ പറ്റുന്നില്ല, പച്ചക്കറികൾ വാങ്ങിക്കാൻ പറ്റുന്നില്ല, ഇറച്ചി വാങ്ങിക്കാൻ പറ്റുന്നില്ല, ഇറച്ചി എല്ല് പോലും വാങ്ങിക്കാൻ അവന് പറ്റുന്നില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇന്ന് കേരളക്കര എത്തിച്ചേർന്നിരിക്കുന്നത്. സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ മുടങ്ങിയിട്ട് മാസങ്ങളായി. ബഹുമാനപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അവരുടെ ശമ്പളത്തിന് യാതൊരു കുറവുമില്ല. ബഹുമാനപ്പെട്ട മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെയും MLA-മാരുടെയും ശമ്പളമോ അവരുടെ അലവൻസിനോ എന്തെങ്കിലും മാറ്റമുണ്ടോ? ഉദ്യോഗസ്ഥ വൃന്ദങ്ങളുടെ ശമ്പളത്തിന് എന്തെങ്കിലും മാറ്റമുണ്ടോ? സാധാരണപ്പെട്ടവനെ തിരിഞ്ഞു നോക്കാൻ കഴിയാത്ത ഭരണപ്രതിപക്ഷങ്ങൾ ഈ രാജ്യത്തുനിന്നും മാറി നീക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണപ്പെട്ടവനും തൊഴിലാളി വർഗവും പാവപ്പെട്ടവനും അവനെന്ന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥാവിശേഷമാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. നിങ്ങളിനി ചിരിച്ചുകൊണ്ട് ജനങ്ങളുടെ അടുത്തേക്ക് വോട്ടിന് വന്നാൽ അവർ നിങ്ങൾക്ക് ആർക്ക് വോട്ട് തരത്തില്ല എന്നുള്ളത് സത്യമായ കാര്യമാണ്. നിയമസഭയിൽ കയ്യാങ്കളി നടത്തിയതുകൊണ്ടോ നിയമസഭയിൽ കൈ ചുരുട്ടി വലിയ പ്രകടനങ്ങൾ നടത്തിയതുകൊണ്ടോ യാതൊരു പ്രയോജനമില്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഇന്ന് ഭരണപക്ഷത്തിന് അനുകൂലമായി പ്രതിപക്ഷവും നിൽക്കുന്നു, പ്രതിപക്ഷത്തിന് അനുകൂലമായി ഭരണപക്ഷവും നിൽക്കുന്നു. സർക്കാരിൻ്റെ ഫണ്ടുകൾ, സർക്കാരിൻ്റെ പൈസകൾ, സർക്കാരിൻ്റെ പാവപ്പെട്ടവന് കൊടുക്കേണ്ട പൈസകൾ അല്ലെങ്കിൽ അതിൻ്റെ ധനസഹായങ്ങൾ അടിച്ചു മാറ്റുന്ന രാഷ്ട്രീയ നേതാക്കന്മാരാണ് നമ്മുടെ ചുറ്റും നിന്ന് കാണുന്നത്. ഉദാഹരണം, 5000 രൂപയുടെ ഒരു വർക്ക് ചെയ്യാനുണ്ടെങ്കിൽ 5 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് എടുത്ത് അത് പാസ്സാക്കി അവരുടെ കൈക്കലാക്കുക. ഇത് നിർത്തിയേ പറ്റൂ. ഇന്ന് ഒരു കാലത്ത് ഒരു അടിയന്തരാവസ്ഥ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. ഇന്ന് അതിൻ്റെ ദിവസമാണ്. അടിയന്തരാവസ്ഥ ഒരു കണക്ക് നോക്കി ഏറ്റവും നല്ലതാണ് കുറച്ച് നാളത്തേക്ക്, ഇന്നും വേണ്ട. അങ്ങനെ ഒരു അടിയന്തരാവസ്ഥ നമ്മൾ പ്രഖ്യാപിച്ചാൽ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ കൃത്യസമയത്ത് ഓഫീസുകളിൽ പോകും, ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ അവരുടെ ജോലികൾ കൃത്യമായി ചെയ്യും, മന്ത്രിമാർ MLA-മാർ അവരുടെ ജോലികൾ കൃത്യമായി ചെയ്യും, സാധാരണപ്പെട്ടവന് ജീവിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടാകും. കച്ചവടക്കാർ തങ്ങളുടെ വസ്തുക്കൾ തൂർത്തടിക്കുന്നത് അല്ലെങ്കിൽ പൂഴ്ത്തി വയ്ക്കുന്നത് തടയുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ജനങ്ങളെ, നമുക്കെന്നും അടിയന്തരാവസ്ഥ വേണ്ട. ആണ്ടിൽ 1 മാസമെങ്കിലും മതി. ആണ്ടിൽ 12 മാസത്തിൽ 1 മാസം അടിയന്തരാവസ്ഥ എങ്കിൽ നമ്മുടെ രാജ്യം രക്ഷപ്പെടും എന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അതിന് എന്നെ കേൾക്കുന്നവർക്ക് എതിർപ്പുണ്ടായിരിക്കാം, രാഷ്ട്രീയക്കാർക്ക് എതിർപ്പുണ്ടായിരിക്കാം, മതക്കാർക്ക് എതിർപ്പുണ്ടായിരിക്കാം, സാമൂഹിക പരിഷ്കർത്താക്കൾക്ക് എതിർപ്പുണ്ടായിരിക്കാം. എങ്കിൽ തന്നെ ഞാനിത് പ്രഖ്യാപിക്കുകയാണ്. 1 മാസം, ഒരു വർഷത്തിൽ 1 മാസം അടിയന്തരാവസ്ഥ. ആ 1 മാസമെങ്കിലും ജനങ്ങൾ സുഭിക്ഷമായി ജീവിക്കട്ടെ, ജനങ്ങൾ ദുഃഖമില്ലാതെ ജീവിക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രവർത്തിക്കാം. അതുപോലെ തന്നെ ഈ രാജ്യത്തെ മുഴുവൻ ആൾക്കാരും ഉപവാസം എടുക്കണം. നമ്മുടെ രാജ്യത്തെ ഈ ധനസ്ഥിതി മെച്ചപ്പെടുന്നതിന് വേണ്ടി നമുക്ക് പ്രവർത്തിക്കാം, ഈശ്വരനോട് പ്രാർത്ഥിക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി ഉപവാസം എടുത്ത് നമുക്ക് പ്രാർത്ഥന കഴിച്ച് നമ്മുടെ ഭരണകർത്താക്കളെ സഹായിക്കാം. ഏത് ഭരണകർത്താക്കളുമായിക്കോട്ടെ, ഏത് UDF, LDF, BJP എന്തുമായിക്കോട്ടെ, അവരെ നമുക്ക് സഹായിക്കാം. കാരണം അവരുടെ ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാം. ഈശ്വരൻ അതിന് ശക്തി തരട്ടെ. മനുഷ്യനെ സ്നേഹിക്കാം, ജനതയെ സ്നേഹിക്കാം. എല്ലാവർക്കും സുഭിക്ഷമായ ഒരു അന്തരീക്ഷം ഉണ്ടാകുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, അതിനുവേണ്ടി പ്രവർത്തിക്കാം. അതിനുവേണ്ടി ആവശ്യത്തിനധികമുള്ള സാധനങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുക, നഷ്ടപ്പെടുത്താതെ. അതിനുവേണ്ടി നമുക്ക് പ്രവർത്തിക്കാം. ഈശ്വരൻ നമ്മളെ സഹായിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. എൻ്റെ പേര് ബേബി മലശ്ശേരി. താങ്ക് യു വെരി മച്ച്.